കുത്തരിച്ചോറ്, തക്കാളിക്കറി. ഇത് വറ നാരങ്ങ എന്ന് പറഞ്ഞൊരു അച്ചാറാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വേറെ വകഭേദങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു അടുത്ത അനുജൻ എന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ കടയിൽ അദ്ദേഹം വളരെ വിശേഷപ്പെട്ട ആളെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എറണാകുളത്തെ നല്ല വിശേഷപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഇത് പരസ്യവാചകമായിട്ട് ഉപയോഗിക്കാം. ആ കടയിൽ ഇതാണ് കാട്ട് കണ്ണിമാങ്ങ അച്ചാർ, കാട്ട് കാന്താരി ഈന്തപ്പഴം അച്ചാർ, അങ്ങനെ കുറേ അച്ചാറുകൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അളിയൻ ഇടുക്കിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒറിജിനൽ ആയിട്ട് കാട്ട് കാന്താരിയും കാട്ട് കണ്ണിമാങ്ങയൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പം ഞാൻ, കാരണം നമ്മൾ അധികം അച്ചാർ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനൊന്ന് മടിച്ചെങ്കിലും പിന്നെ ഇങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ണിമാങ്ങയും കാന്താരിയൊക്കെ തീർന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ കുറേ എണ്ണം നോക്കി. മാങ്ങയുടെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അവിടെ. കടുക് മാങ്ങ, അങ്ങനെ വേറെ അടമാങ്ങ, അങ്ങനെ നല്ല നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ലതായിരിക്കും, കാണുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ വാങ്ങിച്ചതാണ്. വളരെ നന്നായിട്ടുണ്ട്. രാജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഇതൊരു പരസ്യമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ലൊക്കേഷനൊക്കെ അദ്ദേഹം വിട്ടുതരും. എറണാകുളം കാക്കനാടാണെന്ന് മാത്രം ഞാൻ പറയാം. പിന്നെ ഇത് കൂമ്പ് തോരൻ, ചെറിയ ഉള്ളിയും കോവയ്ക്കയും കൂടെ ഒന്ന് വരട്ടിയെടുത്ത്, തോരനും എല്ലാം മെഴുക്കുരട്ടി അല്ലാത്ത ഒരു പരുവം. പിന്നെ അല്ലേ നമ്മുടെ നാട്ടുമാങ്ങ, കൂടെ ഇത്തിരി ഉള്ളി ചതച്ചത്. അത് രാവിലത്തെ ഇഡ്ഡലി ചമ്മന്തി തന്നെയാണ് കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. ഒരു വേണ്ടി വന്ന ഒരു എരിക്ക് വേണ്ടി ഒരു കുഞ്ഞ് വെള്ള പച്ചമുളക്, പിന്നെ ഇവിടെ ഇരിക്കും, പിന്നെ ഒരു മോരുണ്ട് കേട്ടോ. ഈ അവസാനം ഈ ഊണ് കഴിയുമ്പോഴേ തീരാറാകുമ്പോൾ ഈ മാങ്ങയൊന്ന് പിഴിഞ്ഞിട്ട് ലേശം മോരും ചേർത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി മുളകിൻ്റെ ഒരു അല്പം എടുത്തൊന്ന് ഉടച്ചിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപാരമാണ്. വളരെ കൂളിങ്ങുമാണ്. ഇത് കഴിയുമ്പോഴേതൊക്കെ നമുക്ക് ശരീരത്തിനൊരു നല്ല സുഖമാണ്. വലിയ എരിവൊന്നും ഇല്ലാതെ കഴിക്കണം. പിന്നെ ഈ ഇരിക്കുന്ന ചപ്പാത്തി ഇവിടെ ഒരാൾ വിശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിനുള്ളതാണ് കേട്ടോ. നമ്മുടെ കട്ടപ്പ ചപ്പാത്തി ഉണ്ടായോ പാപ്പം? എന്നാ വലിയ വെയിറ്റിലാണ്. അയാളുടെ പാത്രത്തിലേക്ക് കൊടുത്താലേ അയാൾ കഴിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന്, അയാൾ കഴിച്ചു കഴിഞ്ഞ് ഇനി കൊടുക്കാം. ഓക്കെ. അപ്പം ഈ ലഞ്ച് കണ്ടിട്ട് ചിലർ പറയും കൊതിപ്പിക്കുന്നു നമ്മളെന്നൊക്കെ. പക്ഷേ നിങ്ങളാരും കൊതിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ ഇതിങ്ങനെ ദിവസവും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദിവസത്തെ ദിനാവസ്ഥയ്ക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ആഹാരം ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നിങ്ങളോടൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല സമ്മർ ഡേ.